നമസ്കാരം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ട് ചെന്നൈയിൽ SFIയുടെ ഓഫീസിലേക്ക് വീണ ടി എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ നടപടികൾ പൂർത്തിയാക്കുകയാണ്, ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒളിച്ചുകളി എന്നുള്ളതാണ് വലിയ ചോദ്യമായി മാറുന്നത്. മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജി കമ്പനിയുടെ ഉടമ അല്ലെങ്കിൽ ഡയറക്ടർ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ടി വീണ, അതായത് വീണ വിജയൻ എന്നറിയപ്പെടുന്ന ടി വീണ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അതായത് SFIO അവരുടെ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം കഴിഞ്ഞ ദിവസം എത്തിയെന്നുള്ള പ്രചരണം ശരിയോ എന്ന് പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇക്കാര്യത്തിൽ SFIOയും വിശദീകരണം നൽകിയിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അവിടെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട് എന്നാണ്. വീണ എത്തിയെന്ന് തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകർക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ അവിടെ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതീവ രഹസ്യമായി ചെന്നൈയിലെ SFIയുടെ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം പിണറായി വിജയൻ്റെ മകൾ കഴിഞ്ഞ ദിവസം എത്തിയോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാകുമ്പോൾ വീണ എത്തിയെന്ന് തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചെന്ന് ചില മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചാനലുകാരെ വെട്ടിച്ച് വീണ എത്തി മടങ്ങിയത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. ഇനി രഹസ്യമായി വന്നു പോകേണ്ട ഒരു ആവശ്യകതയുണ്ടോ ഈ മടിയിൽ കനമില്ലാത്ത പിണറായിയുടെ ഓമന മകൾക്ക്? ഈ ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്. അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ തന്നെ മൊഴി നൽകേണ്ടതുണ്ട്. ആ മൊഴി നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ് എത്തിയത് എന്നാണ് സൂചനകൾ. SFIക്ക് ദക്ഷിണേന്ത്യയിൽ ആകെയുള്ള ഒരേ ഒരു ഓഫീസ് എന്ന് പറയപ്പെടുന്നത് ചെന്നൈയിൽ മാത്രമാണ്. ആ ചെന്നൈയിലേക്കാണ് വീണ എത്തിയിരിക്കുന്നത്. വീണ എത്തുന്നപ്പോൾ അതിനായിരിക്കുമല്ലോ വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക്, കൊച്ചിയിലെ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL, മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDC, ഇവയ്ക്കെതിരെയാണ് SFIയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ മൂവരെയും ചുറ്റിപ്പറ്റി കേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കേസിൽ കർണാടക ഹൈക്കോടതി കോടതിയിൽ നൽകിയ ഹർജി വീണയ്ക്ക് തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്വേഷണത്തിൽ തെറ്റില്ലെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ അന്നത്തെ വിധി. ഇനി ഇതിൽ അപ്പീൽ നൽകുമെന്ന വിലയിരുത്തലുമായിട്ടാണ് ഇപ്പോൾ വീണ വിജയൻ്റെ യാത്ര. ഇതിനിടയിലാണ് നമ്മൾ വീണ വിജയൻ ചെന്നൈയിലെ ഓഫീസിലെത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കേസ് അന്വേഷിക്കുന്ന ഈ അരുൺ പ്രസാദ് എന്ന് പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വീണ വിജയൻ എത്തിയത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. SFIക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് എന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോട് കൂടിയാണ് അഭിഭാഷകനൊപ്പം വീണ എത്തിയത് എന്നുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്ര നടത്തിയത് എന്നും അങ്ങനെ അതീവ രഹസ്യമായി എത്തിയ മുഖ്യമന്ത്രിയുടെ മകൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരും തന്നെ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വീണയോ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസോ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യം. വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക്, ഈ കൊച്ചിയിലെ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL, കൂടാതെ CMRLൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDC, ഈ 3 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് SFIO വളരെ കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സേവനവും നൽകാത്ത എക്സാലോജിക്കിന് CMRL വൻ തുക കൈമാറി എന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ എന്ന് പറയപ്പെടുന്നത്. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ബാക്കിയുള്ള ചടങ്ങുകൾ. CMRLും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് മാത്രമല്ല കള്ളപ്പണത്തിൻ്റെ വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെയും അഴിമതി നിയമന നിരോധനത്തിൻ്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ്. ഇത്തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ROCയുടെ കണ്ടെത്തലാണിത്. പക്ഷേ ഈ അന്വേഷണമൊക്കെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച തള്ളിയിരുന്നത്. ജനുവരി 31 അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഉത്തരവ് അത് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന നിരസിച്ചു കളഞ്ഞത്. അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി പോലും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. CMRL രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ച്
അത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ചാണ് അന്വേഷണമെന്നാണ് SFIOയുടെ വാദം. ഒരു സേവനവും നൽകാതെ CMRൽ നിന്ന് 1.72 കോടി രൂപ എക്സാലോജിക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ അന്വേഷണം ഇവർ SFIO ഏറ്റെടുത്തിരിക്കുന്നത്. മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിച്ചു കഴിഞ്ഞു. അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ, അത്തരത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വളരെ വിപുലമായിട്ടുള്ള അധികാരങ്ങളുള്ള ഏജൻസിക്ക് അത് കൃത്യമായി കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ട് വീണ വിജയൻ്റെ മുൻപിൽ കുരുക്കഴിയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. അപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ഇത്രയും അതീവ രഹസ്യമായിട്ട് ചെന്നൈയിലേക്ക് SFIOയുടെ ഓഫീസിലേക്ക് അങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ എന്തിനാണ് അത്തരത്തിൽ പോകേണ്ട ഒരു സ്ഥിതിവിശേഷം? പലവട്ടം 2016 മുതൽ മടിയിൽ കനമില്ല എന്ന് പ്രസംഗിച്ച് നടക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മകൾ ഇങ്ങനെ ഭയപ്പെട്ട് രഹസ്യമായി ദുരൂഹമായ സാഹചര്യത്തിൽ ചെന്നൈയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് എന്ന് പൊതുസമൂഹത്തിനോട് പറയണ്ടേ? നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ മകളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ പ്രതിരോധം തീർത്ത് മകൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ പൊതുസമൂഹത്തിനും എന്തിന് നിങ്ങളുടെ അണികൾക്കെങ്കിലും അത് ചോദിക്കേണ്ടേ? ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണ്ടേ? അഴിമതി നടന്നിട്ടില്ല എങ്കിൽ, അഴിമതി പണം കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ചെറിയ കേസുമായി ബന്ധപ്പെട്ടിട്ട് 1.35 കോടി രൂപ മുടക്കി വലിയ വക്കീലന്മാരെ സുപ്രീം കോടതിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് എന്നുകൂടി പറയണ്ടേ? ഒരുപാട് കഥകൾ പറയണ്ടേ? കൃത്യമായി വിവരിക്കണ്ടേ? വീണയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ പിണറായി വിജയൻ? നിങ്ങൾക്ക് കഴിയില്ല. കഴിയുമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒളിച്ചു കടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അഴിമതി പണം കൈപ്പറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ SFIOയുടെ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ നിന്ന് മൊഴി നൽകുവാൻ ഒളിച്ചു പോകേണ്ട ഗതികേട് വരില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടായത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് പിന്നിൽ അഴിമതി പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതിന് പിന്നിൽ വീണ വിജയൻ നേടിയെടുത്തത് കോടികളാണ്. അതിനകത്ത് പിണറായി വിജയൻ അടക്കം പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ന് പറയാൻ പിണറായി വിജയന് പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത അഹങ്കാരിയായ ഒരു മുഖ്യമന്ത്രി എന്നുള്ള പദത്തിൽ മാത്രമാണ് നമുക്ക് പിണറായിയെ കാണാൻ കഴിയുക. അത്രത്തോളം അഹങ്കാരിയായിട്ടുള്ള പിണറായി വിജയന് പക്ഷേ ഇപ്പോൾ യുവജനങ്ങളോട് സംവദിക്കേണ്ടി വരുന്നു, ജനങ്ങളോട് ചിരിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. പാർട്ടിയും പാർട്ടിക്കാരും അണികളും കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അടക്കം പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന പാർട്ടി സഖാവിനെ തള്ളിക്കളയുമെന്നുള്ള കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മാത്രമാണ് പിണറായിക്ക് ഇവിടെ ജനങ്ങളുണ്ട് എന്നും ആ ജനങ്ങളോട് സംവദിക്കണമെന്നും തനിക്ക് അവരുടെയൊക്കെ പിന്തുണ വേണമെന്നുമുള്ള തോന്നലുണ്ടായിരിക്കുന്നത്. ഇല്ലെങ്കിൽ താൻ ഏതോ ഏകാധിപതിയാണ് എന്നുള്ളൊരു തോന്നൽ തനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും കാലം ജനങ്ങളെ ഇങ്ങനെ അടക്കി ഭരിക്കാൻ താങ്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്, പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ജനങ്ങൾ തങ്ങൾക്ക് തിരിച്ചടി തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പിണറായി വിജയൻ ഇനി അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു നാളുകളാണ് വരാൻ പോകുന്നത്. മാസപ്പടി കേസിൽ വീണ വിജയൻ ജയിലിലേക്ക് പോവുകയും പാർട്ടി പിണറായി വിജയനെ വീട്ടിലിരുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പുതിയ വാർത്തകൾ എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. ഈ വരുന്ന ദിവസങ്ങൾ പിണറായി വിജയനും വീണ വിജയനും വളരെയധികം നിർണായകമാണ് എന്നുകൂടി പറയട്ടെ.